നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കൊട്ടാരക്കര BJP പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഒരാഴ്ച കാലമായി നമ്മളേക്ക് കണ്ണീരാക്കിയ ഒരു സംഭവമാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരെയും മക്കളെ കണക്ക് പഠിക്കാൻ വിട്ട ഒരു വിദ്യാർത്ഥിയെ മൃഗീയമായിട്ട് പശുക്കൾക്ക് പോലും നാണിക്കുന്ന രീതിയിലുള്ള ഒരു മൃഗീയമായ കൊലപാതകം നടത്തിയ SFIയുടെ പരമച്ചപ്പോൾ നമ്മുടെ ആരാധന ഗവൺമെന്റ് പറഞ്ഞപോലെ ചെയ്ത ആരും കൊല നമ്മളെ ഏറെയും കേരളക്കരയാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഇതിനേരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഓരോന്ന് പറയേണ്ടത് മനുഷ്യനല്ലെന്ന് നമ്മൾ രചിച്ചു പോവുകയാണ്. അത്തരത്തിലൊരു മൃഗീയമായ കൊലപാതകം ഒരു വിദ്യാർത്ഥിനിക്ക് നേരിട്ടിട്ട് ഒരു എളുപ്പമില്ലാതെ വന്ന് കേരളത്തിലെ ജനതയെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്ന ഈ SFIയിലുള്ള ഈ തെമ്മാടികളെ കഞ്ഞക്കൂട്ടകളെ നമ്മുടെ കലാലയത്തിൽ നിന്ന് തിരച്ചറിയണം. നമുക്കറിയാം, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ച് ഒന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഇതാരാ ചെയ്തതെന്ന് ഈ നാട്ടിലെ ഏവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, SFIയുടെ ക്രിമിനൽസ് കഴിഞ്ഞ 10-25 കൊല്ലമായി അവന്മാര് ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടുകയാണ്. നമുക്കറിയാം, 1996 പരുമലയിലടക്കം 3 ABVP പ്രവർത്തകരെ ഓടിച്ചോടിച്ച് മർദ്ദിച്ച് അവസരാക്കി കുളത്തിൽ മുക്കി ചാവുന്നവരെ കരക്കിരുന്ന് കണ്ട് ആശ്രയിച്ച തെമ്മാടി കൂട്ടമാണ് SFI. നമുക്കറിയാം, അങ്ങനെ അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള കേരളത്തിന്റെ ചരിത്രം നാം പരിശോധിക്കണം. SFIയുടെ ചരിത്രം നാം പരിശോധിക്കണം. DYFIയുടെ ചരിത്രം നാം പരിശോധിക്കണം. CPIMന്റെ ചരിത്രം നാം പരിശോധിക്കണം. അവരാണ് നമ്മുടെ കൊച്ചു കേരളം ഭരിക്കുന്നത്. അപ്പോ ഈ നാടിന്റെ അവസ്ഥ എന്താണ്? കൊലപാതക രാഷ്ട്രീയം കൈമുതലാക്കിയ ഈ LDFന്റെ ഈ CPMന്റെ സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും ദളിത് വിദ്യാർത്ഥികളെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ രണ്ടാമത് തവണയും അധികാരത്തിലേറിയ പിണറായി സർക്കാർ അതിന്റെ ഭരണ പരാജയം മറയ്ക്കുന്നതിന് വേണ്ടി കുട്ടിസഹാക്കളെ ഉപയോഗിച്ചുകൊണ്ട് കലാലയങ്ങളിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടില് ജീവിക്കുവാനും അതിന് പൊറുക്കുവാനുമുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ഭരണം നടത്തുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽപ്പുണ്ട്. അവരുടെ ശമ്പളം ഇന്നലെയും ഇന്നുമൊക്കെയായി കയറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടൊരു സർക്കാർ അതിന്റെ ഭരണ പരാജയം മറയ്ക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ കലാലയങ്ങളില് കുട്ടിസഹാക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിലുപരി PFI എന്ന ഭീകര സംഘടനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള അരിങ്കൊലകൾ നടത്തുന്നത്. ഈ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ KM ബാലഗോപാൽ അവർകളാണ്. ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ഓടനാവട്ടത്തെ സഖാവായിട്ടുള്ള സിഞ്ചോയാണ് ഒന്നാമത്തെ പ്രതി. ഈ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വരെ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ ബാലഗോപാൽ അവർകൾ ബന്ധപ്പെട്ടതായിട്ടാണ് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി മുൻ MLA ശശീന്ദ്രൻ
നേരിട്ട് പ്രതികളെ ഹാജരാക്കുന്ന മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പിയെ അസഭ്യം പറയുന്ന കാഴ്ചയിൽ ഈ കേരളം കണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുക, അവന് രാഷ്ട്രീയമില്ല. അവനെ കൊലപ്പെടുത്തിയതിനു ശേഷം 19 പ്രതികൾ എസ്എഫ്ഐക്കാരാണ്. അങ്ങനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവന്മാർക്കൊരു ഒഴിപ്പില്ല. അവന്റെ വീട്ടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ് എസ്എഫ്ഐക്കാരനായിട്ടുള്ള സിദ്ധാർത്ഥൻ. എടാ, സിദ്ധാർത്ഥൻ ഒരു രാഷ്ട്രീയവുമില്ല. ആ സിദ്ധാർത്ഥൻ ഇവർക്കുണ്ടാകാനുള്ള വിരോധത്തിന്റെ കാരണം എന്ന് പറയുന്നത് വെറ്റിനറി സർവകലാശാലയുടെ യുവജനോത്സവം നടക്കുമ്പോ കൂടുതലായിട്ട് പെൺകുട്ടികൾ സിദ്ധാർത്ഥനോട് സംസാരിക്കുന്നു. അതാണ് ഓടനാവട്ടത്തെ സഖാവായിട്ടുള്ള സിഞ്ചോയ്ക്ക് ആ പറയുന്ന പാവപ്പെട്ട സിദ്ധാർത്ഥനോട് ഉണ്ടായിട്ടുള്ള വിരോധം.